ട്രാവൽ പാത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നിൽക്കുന്നത് പ്രശസ്തമായ ആലുവ ശിവരാത്രി മണപ്പുറത്താണ് നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളാണ് ഞാൻ ഇന്ന് നിങ്ങളോട് കൊണ്ടുവരുന്നത്. ഇതാണ് പെരിയാർ പുഴ. ഇപ്പോൾ ഇവിടെ ബലിതർപ്പണമൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇതാണ് പെരിയാർ പുഴ. എൻ്റെ ബാക്കിൽ കാണുന്നതാണ് പുതിയ ഒരു പാലം വന്നിട്ടുണ്ട്. ഇവിടെ ശിവരാത്രി പാലം എന്നാണ് ഇതിനെ പറയുന്നത്. ഇതൊരു 2 കൊല്ലമായിട്ടുള്ളൂ ഇതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞിട്ട്. ഇതിന് മുമ്പ് 10 വഴിയാണ് വന്നുകൊണ്ടിരുന്നത്, വഞ്ചി വഴിയാണ് വന്നുകൊണ്ടിരുന്നത്. ശിവരാത്രിക്ക് ബലി ചെയ്യാൻ വേണ്ടി ആൾക്കാർ വരുന്നത്. ഇപ്പോൾ ആ സമയത്ത് ഒരു ചെറിയ ഒരു താൽക്കാലിക പാലമൊക്കെ ഇവിടെ പണിതുകൊണ്ടിരിക്കും. നമ്മുടെ ഫയർഫോഴ്സിൻ്റെ ഇതിലൊക്കെ ഉള്ള താൽക്കാലിക പാലങ്ങളൊക്കെ വരും. ഇതാണ് പ്രശസ്തമായ ആലുവ മഹാദേവ ക്ഷേത്രം. കോവിഡിൻ്റെ ഒരു ഇത് കാരണം പിന്നെ കുറച്ച് നാൾ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട് പിതൃതർപ്പണം. കർമ്മം ചെയ്യുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം നമുക്ക് കുടുംബത്തിലൊക്കെ ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ പ്രായശ്ചിത്തമായിട്ട് നമ്മൾ വാവിന് വന്ന് കർമ്മം ചെയ്യണം. എല്ലാ അമാവാസിക്കും, അതായത് കറുത്ത വാവ്. അപ്പോൾ എല്ലാ മാസത്തിലും ഈ കറുത്ത വാവുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതായിട്ടുള്ള ശിവരാത്രി, കർക്കിടക വാവ്, ദീപാവലി, വൈശാഖ വാവ്. ഇത്തരം 4 വാവാണ് ഇവിടെ ഉള്ളത്. പിന്നെ എല്ലാ വാവുകൾക്കും ഇവിടെ കർമ്മം ചെയ്യുന്നവരുണ്ട്, മുടക്ക് കൂടാതെ. പിന്നെ വീട്ടിൽ ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ അതിനും കൂടി ക്ഷേത്രപിണ്ഡം ചെയ്യിക്കുകയാണ് ഇവിടെ വന്ന്. ശ്രാദ്ധം മുടങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ മുടക്ക് ശ്രാദ്ധമായിട്ടും വാവുബലിയുടെ പിണ്ടമായിട്ടും സമർപ്പിക്കും. അതിപ്പോൾ വർഷങ്ങളായിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ആലുവ മണപ്പുറത്ത് ഇതാണ് പ്രധാനമായിട്ടുള്ള സവിശേഷതകൾ. അത് Hey there, subscribe to my channel and also press this bell icon. എല്ലാവരും വളരെ മനോവിഷമത്തിലായിരുന്നു കർമ്മം ചെയ്യാൻ പറ്റാതെ. എൻ്റെ ഇല്ലത്ത് വന്നും, എൻ്റെ വീട് കടങ്ങല്ലൂരാണ്, അവിടെ വന്നൊക്കെ പലരും കർമ്മം ചെയ്ത് മോക്ഷം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവർക്കിടയും അവരുടെ കുടുംബത്തിലെ ആത്മാക്കൾക്കും ഗതി കിട്ടാൻ വേണ്ടി അവിടെ ചോറ് വെച്ച് പിണ്ടം വയ്ക്കുക. ഇല്ലത്താവുമ്പോൾ ഇല്ലങ്ങളിൽ ചോറ് വെച്ചും, മണപ്പുറം പോലുള്ള സ്ഥലങ്ങളിലും അരിപ്പിണ്ടം, ക്ഷേത്രപിണ്ടമായിട്ട്. തിരുവനന്തപുരം, പിന്നെ ഈ തിരുനെല്ലി, ഇതൊക്കെ ഇല്ലം, വല്ലം, തിരുനെല്ലി, ഇങ്ങനെ 3 സ്ഥലങ്ങളിലാണ് ഈ അരി ചോറ് കുഴച്ച് പിണ്ടം വയ്ക്കുക. പിന്നെ ഇപ്പോൾ ഇവിടെയും എല്ലാവരും ഇപ്പോൾ ഒരു ഇതായിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ ശരിക്കും പ്രധാനമായിട്ടും അരി നനച്ച് പിണ്ടമാണ്. അപ്പോൾ അത് ചെയ്യാനാണ് ഇവിടെ
നമുക്ക് പൂർവികന്മാരായിട്ടുള്ള കാരണന്മാർ പറഞ്ഞത്. അപ്പോൾ അത് പ്രകാരം എൻ്റെ അച്ഛനായിട്ടും ഒക്കെ അങ്ങനെ ചെയ്തു വന്നത്. അത് ഞാനിപ്പോഴും തുടരുന്നു. ഇതേപോലെ ഇവിടെ ഈ ഇത് വന്നാലേ, കൊറോണ പോലുള്ള അസുഖം വന്നാലേ ആൾക്കാർക്ക് വരാൻ പ്രയാസമാണ്. പിന്നെ അവർ പലതും ത്യജിച്ചുകൊണ്ടാണ് ഇവിടെ വന്ന് ചെയ്യുന്നത്. ഇന്നലെ വാവായിരുന്നു. അതിന് നമ്മുടെ കുറച്ച് പരിചയമുള്ള ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു, അവർ വന്ന് ചെയ്ത് പോയി. പിന്നെ ഇതേപോലെ പലരും മുടങ്ങിപ്പോയിട്ടുണ്ട്. അതൊക്കെ ഇപ്പോൾ ഒരേ നക്ഷത്രത്തിൽ, ഇന്നിപ്പോൾ കന്നി അത്തം നാളാണ്, ഇനിയിപ്പോൾ അത്തം ചിത്തിര അങ്ങനെ ഇങ്ങനെ വരും. ആ നാളുകളിലൊക്കെ കഴിഞ്ഞത് മുടങ്ങിയത് ചെയ്യുക. ആലുവ മണപ്പുറം കൂടാതെ പെരുമ്പാവൂർ ചേലാമിറ്റം അങ്ങനെ ഒരു പ്രധാനപ്പെട്ടതാണ്. ഈ ക്ഷേത്രപിണ്ഡം ചെയ്യാൻ പിതൃക്കൾക്ക് ഈ പ്രതിമ വെച്ച് പിണ്ഡം വെച്ച് മോക്ഷം കൊടുക്കുകയാണ്. സാധാരണഗതിയിൽ പുഴ പടിഞ്ഞാട്ട് ഒഴുകുകയാണ്, പക്ഷെ അവിടെ അതിന് വിശേഷമുണ്ട് ചേലാമിറ്റത്ത്. അത് കാരണം ആൾക്കാർ തർപ്പണത്തിന് അവിടെ പോകാറുണ്ട്. കിഴക്കോട്ട് ഒഴുകുകയാണ്. പിന്നെ സാധാരണ ഈ പടിഞ്ഞാട്ട് ഒഴുകണ പ്രളയമൊക്കെ വരുമ്പോഴാണ് കൂടുതൽ. അപ്പം അങ്ങനെ അപ്പോൾ അവിടുത്തെ വിശേഷത അത്ര ഉള്ളൂ. പിന്നെ തിരുനാവായ ഉണ്ട് മലപ്പുറം ജില്ലയിൽ. തിരുനാവായ അവിടെയും ഇതേമാതിരി മാമാങ്കം നടന്ന സ്ഥലമാണ്. അവിടെയും പിന്നെ തിരുവനന്തപുരത്ത് തിരുവല്ലം, വർക്കല, പാപനാശം, ഇതൊക്കെയാണ് ഈ പിതൃക്കൾക്ക് തീർത്ഥ സ്ഥലങ്ങൾ. നമ്മുടെ ശിവരാത്രിക്ക് ഏറ്റവും മെയിൻ സ്ഥലം ഇവിടെ തന്നെയല്ലേ? ശിവരാത്രിക്ക് ആലുവ മണപ്പുറമാണ് ഏറ്റവും ലക്ഷക്കണക്കിന് പ്രസിദ്ധമായ ഇത് തന്നെയാണ്. തിരുമംഗലം സ്വാമിയാർ ഇവിടെ ആലുവ മണപ്പുറത്ത് വന്ന് ഈ പിതൃക്കൾക്ക് കർമ്മം ചെയ്തതായിട്ടാണ് ഐതിഹ്യം പറയുന്നത്. അപ്പോൾ അത് ഈ അതിൻ്റെ സ്മരണയ്ക്കാണ് നമ്മൾ ഈ രാത്രി മുഴുവൻ ഉറക്കമുളച്ചിരുന്ന് വെളുപ്പിൽ 12 മണിക്ക് പൂജ കഴിഞ്ഞതിന് ശേഷം ക്ഷേത്രത്തിൽ പിന്നെ വാവ് തീരുന്നവർ വാവ് 2 ദിവസമായിട്ട് കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ് ആലുവ മഹാദേവ ക്ഷേത്രം. നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ. അപ്പോൾ ഇവിടെ വരാത്തവർ എത്രയും പെട്ടെന്ന് വരിക. ഇവിടെ വന്നിരിക്കുമ്പോൾ ഒരു പോസിറ്റീവ് എനർജിയാണ് നമുക്ക് കിട്ടുന്നത്. ഇവിടുത്തെ ആൽമരങ്ങളാണെങ്കിലും ഇവിടുത്തെ കുറച്ച് കാഴ്ചകൾ കാണാനാണെങ്കിലും വന്നിരിക്കുമ്പോൾ ഒരു പോസിറ്റീവ് എനർജി ഭയങ്കരം തന്നെയാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇവിടെ വരണം. അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എത്രയും പേര് പോയി സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുമായിട്ടുള്ള റിലേറ്റീവായിട്ടുള്ള വീഡിയോസുകൾ ഇനി വരും ദിവസങ്ങളിൽ വരുന്നതായിരിക്കും. ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു.